ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീനിച്ച് രേഖയിൽ സമയം 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇതിൽ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി ആണെങ്കിൽ കിഴക്ക് ഇന്ത്യയിലുള്ള സമയം എത്രയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഡിഗ്രി എത്രയാണ് വരുന്നത്? 82.5 ഡിഗ്രി. ഇന്ത്യയിൽ എത്രയാണ് വരുന്നത്? 82.5 ഡിഗ്രി. അഥവാ ഇവിടെ നിന്ന്, അഥവാ 0 ഡിഗ്രി വരുന്ന ഗ്രീനിച്ച് രേഖയിൽ നിന്ന് ഇന്ത്യക്ക് മുകളിലൂടെ പോകുന്ന സമയം കണക്കാക്കുന്ന രേഖാംശരേഖയാണ് 82. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള രേഖാംശ വ്യത്യാസമാണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്ക് ഒരു സ്ഥലത്തെ സമയം മാത്രം തന്നത്, അത് എത്രയാണ്? 12 മണിയാണ് ഗ്രീനിച്ച് രേഖയിലെ സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സമയം നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെയുള്ള ഈ ഒരു രേഖാംശ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതിനെന്താ ചെയ്യേണ്ടത്? 0 മുതൽ 82.5 ഡിഗ്രി വരെയുള്ള രേഖാംശീയ വ്യത്യാസമാണ് കണ്ടെത്തേണ്ടത്. 0 മുതൽ 82 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയാം എത്ര തന്നെയാണ്? 82.5 ഡിഗ്രി തന്നെയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 15 ഡിഗ്രി എന്ന് പറയുന്നത് 15 ഡിഗ്രി എന്ന് പറയുന്നത് 1 മണിക്കൂറിന് തുല്യമാണെന്ന്. അപ്പോൾ നമുക്ക് ഈ 82.5 ഡിഗ്രിയെ നമുക്ക് മണിക്കൂറിലേക്ക് മാറ്റണം. അപ്പോൾ 82.5 ഹരിക്കണം 15. അപ്പോൾ നമ്മളിതിനെ ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 5.5 ഡിഗ്രി. 5.5 എന്ന് പറയുന്നത് 5.5 മണിക്കൂർ. കാരണം നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ നമുക്കറിയാം 15 ഡിഗ്രി കടന്നു പോകാൻ 1 മണിക്കൂറാണ്. അപ്പോൾ 15 ഡിഗ്രി കടന്നു പോകാൻ 1 മണിക്കൂറാണെങ്കിൽ ഈ ഒരു കണക്കില്ലാതെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. എങ്ങനെ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ, 30 ഡിഗ്രിക്ക് 2 മണിക്കൂർ, 45 ഡിഗ്രിക്ക് 3 മണിക്കൂർ, 60 ഡിഗ്രിക്ക് 4 മണിക്കൂർ, പിന്നെ 75 ഡിഗ്രിക്ക് 5 മണിക്കൂർ. പിന്നെ എത്ര വരിക? 75 82ലേക്ക് ഏകദേശം 7 ഡിഗ്രി വരും. ആ 7 ഡിഗ്രിക്ക് അര. അപ്പോൾ എത്രയും മൊത്തം 5.5 മണിക്കൂറായി. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം 15 ഡിഗ്രി എന്ന് പറയുന്നത് 1 മണിക്കൂറാണെങ്കിൽ, അഥവാ 15 ഡിഗ്രി വിട്ട് കിടക്കാൻ 1 മണിക്കൂർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 82.5 ഡിഗ്രിയെ നമ്മൾ 15 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? ഈ പറയുന്ന 5.5 ഡിഗ്രി, അഥവാ 5 മണിക്കൂറും 30 മിനിറ്റാണുള്ളത്. സ്വാഭാവികമായിട്ടും എന്താണ്, ഗ്രീനിച്ച് രേഖ പടിഞ്ഞാറും അവിടെ നിന്ന് ഇന്ത്യ കിഴക്കോട്ടുമായതിനാൽ ഈ 5.5 മണിക്കൂർ കൂടുതലായിട്ട് ഇന്ത്യയിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീനിച്ച് രേഖയിലെ സമയം എത്രയാണ്? 12. അവിടെ നിന്ന് 5.5 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ സമയം എത്രയായിട്ട് കിട്ടും? 5.5 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ, അഥവാ 5:30 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ സമയം 5:30 PM ആയതായിട്ട് കാണും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട 2 രേഖാംശ രേഖകൾക്കിടയിലുള്ള വ്യത്യാസം കണ്ടെത്തി അതിനെ മണിക്കൂറിലേക്ക് മാറ്റി ആ മണിക്കൂറിൻ്റെ വ്യത്യാസം കിഴക്കാണോ പടിഞ്ഞാറാണോ എന്ന് നോക്കിയിട്ട് കിഴക്കോട്ടാണെങ്കിൽ കൂട്ടിയിട്ടും പടിഞ്ഞാറോട്ടാണെങ്കിൽ കുറച്ചും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുത്താൽ കൃത്യമായിട്ട് ആ സമയം കിട്ടും. ഇതാണ് ഈ കണക്കിൽ മൊത്തമായിട്ട് പറയുന്നത്. ഓക്കെ.